ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഇത് കാണാൻ വേണ്ടി പറയും എന്നുള്ളത്. കാരണം നമ്മളങ്ങനെ സത്യം പറയാലോ കേസ്, ഞാൻ വേറെ ആര് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു കേട്ടാ. ഞാന് സത്യം പറഞ്ഞ TV-ക്കകത്തുള്ള പിള്ളേർ പോലും ചിലപ്പോ ഇന്നായിരിക്കും ഇത് കാണാൻ പോണത്. നമ്മള് അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നത് ഞാനൊരു ബിസിനസ് എന്നുള്ള മൈൻഡില് എനിക്ക് കണ്ടില്ലേ പറ്റുള്ളൂ. ഓ അതെ അതെ മെന്റാലിറ്റി. അതെ അതെ അതെ. താങ്ക് യു. എടാ അപ്പാ ഹലോ, അപ്പാ ഇതിനകത്തില്ലേ? റേഡിയോ ഒന്ന് കണക്ട് ചെയ്യാം. റേഡിയോ അപ്പാ അവിടെ ബാക്കിയെല്ലാം റെഡി അല്ലേ? അവിടെ ബാക്കിയെല്ലാം റെഡിയാണ്. അപ്പൊ ഇവിടെ വേറെ ഡിലേ ഒന്നും ആക്കണ്ടല്ലോ. വേണ്ട ഇവരെ കൊണ്ട് നമുക്ക് നേരെ പോവാം. കേജ് ആണെണ്ണ. എടാ കേജ് ഏ ഇപ്പൊ അനന്തുവേ കണ്ണാപ്പിയേ അങ്ങനെ പറയൂലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേജേ മനസ്സിലായ? അതാണ് സാധനം. മനസ്സിലായില്ല ഇതിനെ കൊതും ബാബുവേ. അത് തന്നെ. എടാ എല്ലാവർക്കും കഴിക്കാനും കുടിക്കാനും കൊടുത്ത വെള്ളം. നിങ്ങള് ടോട്ടൽ എത്ര പേരുണ്ട്? 6 പേര്. 6 പേരല്ലേ? 6 പേരാണോ വരുന്നത് അങ്ങോട്ട്? ഓക്കെ, നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ്. കുഴപ്പമില്ല. വാങ്ങിയിട്ടില്ല. അത് ശരിയായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി റെഡിയാക്കിയായിരുന്നു. ആരും അറിഞ്ഞിട്ടില്ലല്ലോ അതല്ലേ? ഇത് മിസ്റ്റർ എക്സിന്റെ കേജിന്റെ PA വാസുവിനെ, സീതാ മഹാലക്ഷ്മി. ഓ ഹായ് സീത. ഹായ് ഹായ്. വാസുവിനെ സൂക്ഷിക്കണേ. സീതയോട് സംസാരിച്ചാൽ കേജിന് ജലസി അടിക്കും. നമ്മളോടൊന്നും പറയത്തില്ല, സീതയോടെ ചൂടാകത്തുള്ളൂ. അത്രക്ക് പഴയ ആളാണോ കേജ്? ഒഫീഷ്യലാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒഫീഷ്യലോ? നമ്മളുടെ വാസുവൻ ഒഫീഷ്യലെന്ന് മുട്ടിച്ചു വെച്ചു. അങ്ങനെ ഇവർക്ക് കൊടുത്തില്ലേ? എല്ലാം കൊടുത്ത്. അപ്പൊ നമുക്ക് എന്നാ ഫാക്ടറിയിലോട്ട് പോയാലോ? വേറെ എങ്ങനെ ഡിലേ ഒന്നുമില്ല. എന്തെങ്കിലും പറയണ്ടോ? ഞാന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണാൻ വന്നത് തന്നെ അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് കാര്യം ചെയ്യണല്ലോ. അപ്പൊ ഞാൻ എന്റെ ഒരു ബിസിനസ് പാർട്ണർ മിസ്റ്റർ ഷാജി പാപ്പൻ, ഷാജി പാപ്പനായിരിക്കും ഏൽപ്പിക്കുക ഞാൻ ഈ ബിസിനസ് നിങ്ങളുടെ ഡിഫാക്ടറിയുടെ ഒരു ഷെയർ നോക്കി ചെയ്യാനായിട്ട്. ഷാജിയുടെ കൂടെ വരുന്നു. ഓ അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആക്ച്വലി ഞങ്ങൾക്ക് ബിസിനസ് പ്ലാൻ ഉണ്ട്, നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. ഫുഡ് വരുമല്ലേ ഇപ്പൊ കഴിഞ്ഞു? ലെറ്റ്സ് ഗോ. സിറ്റിയിലെ നല്ല പെമ്പിള്ളാരെ എല്ലാം മിസ്റ്റർ എക്സ് ഇവന്മാരും ഒക്കെ PA ആക്കി വെച്ചിരിക്കുക. ഈ സർവറിൽ നിന്ന് എനിക്ക് പെർമനന്റ് ബാങ്ക് ഇരുന്നുണ്ടെങ്കിൽ അത് കേജിനെ തല്ലി കൊന്നിട്ടായിരിക്കും കേട്ടാ. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു ന്യൂസ് അറിയാണ്, പരിന്ത് വാസു ഹാസ് ബീൻ ബാൻഡ് ഫ്രം എക്സലാൻഡിസ് എന്നൊരു ന്യൂസ് കേട്ടാൽ നിങ്ങൾ ആലോചിച്ചോണം ഞാൻ കേജിനെ കൊന്നു കളഞ്ഞെന്ന്. അപ്പല്ലേ നരച്ചുപിടി കണ്ടപ്പോ പെട്ടെന്ന് സാവേജെ ഹലോ വാസു സാർ, ഹലോ. ഡെസ്റ്റിനേഷൻ ഒന്ന് പറയോ? സോറി, ഡെസ്റ്റിനേഷൻ അൺനോൺ ആണ്. നമ്മള് സീക്രട്ട് ആണ്. അല്ല നമ്മളെ വണ്ടിയിൽ നമ്മളെ വണ്ടി ഫോളോ ചെയ്താൽ മതി. ഓക്കെ വണ്ടി കയറും. ഈ ഫാക്ടറി എവിടാന്ന് വാസവൻ അറിയോ? ഒരു ഇടത്തുമില്ല. എനിക്കും അറിയത്തില്ല. എനിക്കറിയാം. ലൊക്കേഷൻ അറിയാതെ ആരെങ്കിലും ഒരാള് വണ്ടി ഫ്രണ്ടിൽ എടുത്തോണേ. നീയൊക്കെ ഒരു പരിപാടിക്ക് പോകുമ്പോ കാണിക്കണം മാനേഴ്സ് ആണ് ഇതൊക്കെ. ഇല്ലാത്തവന്മാര് നമുക്ക് അറ്റൻഷൻ തൊട്ട് വേണ്ട, എഡ്യൂക്കേഷൻ തീരില്ല അപ്പൊ പേട്ടാ. എല്ലാ വണ്ടി കുറച്ചേരം കാത്തിരുന്നാ മതി, കയറാൻ പറ്റും.
1 2 2 3 4 5 6 7 8 9 10 11 വാ അണ്ണാ പിന്നെ എടാ അധികം സ്പീഡിൽ പോരുത് VIP കൾക്കിന് 100 കിലോമീറ്റർ ഈ വണ്ടി കയറി വാ കേറി ഇവനെ ഫ്യൂൽ ഇല്ല ഞാൻ ഫ്യൂൽ എന്നാ എന്റെ ഫ്യൂല് ഞാൻ അടിച്ചോളാം സ്പീഡിൽ പോലെ 100 കിലോമീറ്റർ വണ്ടി പിള്ളേരെ മിസ്റ്ററിനെ കൊണ്ട് നിങ്ങൾ പതുക്കെ മുന്നേ പോക്കോ പറഞ്ഞു തന്നേക്കാം നീ തുടങ്ങിക്കോ 1002 വണ്ടി പോട്ടെ 1002 വണ്ടി പോട്ടെ 1002 വണ്ടി ഗോ ഇല്ല അപ്പൊ ഒരുമിച്ച് പോവാം അതോ ഈ വണ്ടി ഫുള്ളാണല്ലേ നിങ്ങൾ ഫുള്ളല്ലല്ലോ പുറത്ത് കിടക്കുന്ന കുറുപ്പ് എവിടെയാണ് കുറുപ്പിനെയും ഡോർക്ക് ഹരി ഒന്നും കണ്ടില്ലടാ ഡ്രൈവർ സീറ്റിലോട്ട് നീ പോത്തുള്ളൂ വെയിറ്റ് ഡോർ പറഞ്ഞേ ഉള്ളൂ വാസവനുള്ള സ്നേഹം കൊണ്ട് കടപ്പ് ഡോർ തുറന്നല്ലേ ആ കേറ് ഇത് കയറിയോ ഏകദേശം എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെയോ ആയിട്ട് വരുന്നത് എത്ര സ്പീഡിൽ പോലെ പറഞ്ഞ അവര് പയ്യെ പോടാ നിങ്ങൾ എത്ര നാൾ കണ്ടിട്ടില്ലാത്ത ആ അണ്ടി ഫാക്ടറിയിലേക്ക് നിങ്ങൾ 16,411 പേരെ ഞാൻ വെൽക്കം ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ പൊക്കോണ്ടിരുന്ന എന്റെ അണ്ടി ഫാക്ടറി. ഇവര് ഈ ലൈറ്റ് ഒക്കെ കത്തിച്ച് പോലീസ് ഇതൊക്കെ ഒരു ഷോ അല്ലേ അപ്പാ? ഫോട്ടോ എടുത്ത് വീടിക്ക് അയച്ചു കൊടുത്താലോ? അവന്റെ സ്പീഡ് സൈക്കിളുണ്ട് ഫോട്ടോ എടുത്ത് വീടിക്ക് അയച്ചു കൊടുത്താലോ? വണ്ടി ഒന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു 4 ബിസ്പ്ലക്സ് കാളവണ്ടിയിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരുന്നത്. നമ്മളപ്പോ അതിൽ എന്തിനു പോയിരുന്നേ? ഞാൻ നടന്നതിനുള്ള അന്തസ്സായിട്ട്. പിന്നെ കാളവണ്ടി തന്നെ കയറാൻ കിട്ടില്ല എന്താ വെച്ചാൽ കാളവണ്ടി കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്ന് ഇറങ്ങി അടിച്ചു വന്ന് 2 കാളയുടെ കയറൊക്കെ ഊരിട്ട് കാള വേറെ വഴിക്ക് പോയി. C4 ഉണ്ടായിരുന്നത് വെച്ചൊക്കെ വിടായിരുന്നല്ലേ, നല്ല രസമായിട്ട്. പറഞ്ഞു കഴിഞ്ഞാല് സ്പീഡ് കൂടിയേ പുള്ളി ഇതിന് അവര് ഡിസിപ്ലിൻ ആയിട്ട് വരുന്നണ്ട, നമ്മളും അങ്ങനെ പോണം. ചന്ദ്രൻ എവിടെ? എടാ 3 ദിവസമായിട്ട് ഒരു RP-യുടെ പേരിൽ അവനെ പിടിച്ചു നിർത്തിയത്. അവരെന്തോ പരിപാടിക്ക് പോലെ ഇരുന്നതാണ്, മനസ്സിലായ? എന്റെ 20 പോകുന്നതാണ് അവർക്ക് ബെറ്റർ. നമ്മള് ഫ്രണ്ടിൽ പോയ വണ്ടി മിസ്സായി. ഫ്രണ്ടിൽ പോകുന്ന അണ്ണം പറഞ്ഞ സുഖമല്ലടാ ഉണ്ടച്ചവനെ. നീ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ വന്നാലേ RP എനിക്ക് 10 പേര് മതി, മനസ്സിലായ? പൂരിമനെ അവന്റെ ഡീഡോസ് അണ്ടി. ഇവരെയൊക്കെ ഒരു ദിവസം പലയറ്റേ കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് അങ്ങോട്ട് 1 സൈഡ് 1 മണിക്കൂറും ഡബിൾ സൈഡാണ് 2 മണിക്കൂറും. സത്യം ഈ ഷോ കാണിക്കാൻ വേണ്ടി ഈ കുണ്ടക്കാരടുത്തോണ്ട് വന്നിട്ടില്ലേ? വേറെ നല്ല വണ്ടി അതിൽ 10-20 കിലോ. സത്യം. പിന്നെ ഇവർക്ക് ഒന്നും ഇല്ലാതിട്ടാണോ പിന്നെ പൂത്ത കാശും പെമ്പിള്ളാരും എല്ലാം ഉമ്മാറിയില്ല. എന്നിട്ട് വന്നേക്കുന്നുണ്ടോ കാളവണ്ടിയെ കാട്ടി കഷ്ടം. സത്യം. സൈഡിലും എംപ്ലോ ഉണ്ട് മിസ്റ്റർ ആക്സ്. പൊടിയൊക്കെ കുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ കുത്താതെ തമിഴ്നാട്ടിലെ പാർട്ടി വണ്ടികൾ വരുന്ന പോലെ അതിലൊക്കെ ഇടിച്ചു കയറി പോകുമ്പോ പൊട്ടിയൊക്കെ തെറിച്ചതല്ല. പമ്പിലും കയറി എണ്ണ കയറുന്ന കിടക്കണം അമ്മ വഴിയില്. എന്റെ പ്രാർത്ഥന അതാ. ഇതിപ്പോ എത്തൂല കേട്ടോ, ഇതെത്തൂല ഇതങ്ങ് വരെ എത്തൂല. കൂട്ടല്ലേ വഴി അവര് അധികം കാലി ചവിട്ടി പിടിക്കണ്ട.
തെറ്റി ഇല്ലില്ല തിരിഞ്ഞ് അപ്പാപ്പൻ അറ്റാക്കത്ത് വന്ന് ചത്തു കേട്ടോ അതിന്റെ വണ്ടിയില്. ഞാൻ വാസുമോന്റെ കോൺസെൻട്രേഷൻ തിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടായിരിക്കുന്നതല്ലേ. വണ്ടി നിർത്തി നമുക്ക് ഇപ്പൊ തന്നെ അടക്കാം. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ? പിന്നെ മിസ്റ്റർ എക്സ് ഇവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ 2 ഡിഫൻഡർ കാണാനല്ലോ. ബാക്കി വണ്ടികളിൽ വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പിടിയാൻ പറ്റില്ല. മിസ്റ്റർ എക്സിന് ഇടം വല്ല അറിയാതാണ് വണ്ടി ഓടിക്കുന്നത്. ബാക്കിലെ 2 വണ്ടി അവിടെ കുറച്ച് നമ്മളായിട്ട് കുറച്ച് അറിയാലോ. ഒരാൾ പിന്നിടും ഇപ്പൊ കറണ്ട് ലൊക്കേഷൻ അവിടെ 1042 അവിടെയാണ്. ഞാൻ ഇപ്പൊ ഇഞ്ചി ഇട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ടൈമില് നമ്മൾ എത്തുന്നു. ഒരാൾ മരിച്ചു ഫുഡ് കഴിക്കാൻ ഒരാൾ മരണപ്പെട്ടു. വൈകും പരിപാടി ഇച്ചിരി വൈകും. ഉടനെ ഒരു ശവസംസ്കാരം ഉണ്ട്. ഒരാൾ മരിച്ചു. അത് കഴിഞ്ഞിട്ട് പരിപാടി ബാക്കി എല്ലാവരും ഒരു 5 മിനിറ്റ് പ്രയർ ആൻഡ് സൈലൻസ് റേഡിയോ. വണ്ടി ട്രക്ക് പോണ അണ്ണാ വണ്ടി നോക്കണ ട്രക്ക് നമ്മുടെ വണ്ടിയാ. ഒരു ലോഡല്ലേ പോയത്. പിന്നല്ലാതെ അവര് ബാക്കിൽ നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട്. വന്നു അമ്മാരെ ട്രക്ക് കണ്ട് ഞെട്ടിയെന്ന് തോന്നട്ടോ. പിന്നെ ഇനി എത്ര വണ്ടി കാണാൻ കിടക്കുന്നവരൊക്കെ. ഓക്കെ അല്ലേ വാസുമോനെ? അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത് അണ്ണനും ബാബുസേട്ടും ഓരോ കിലോ അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത്. 1 കിലോ ഒന്നല്ല ഇത് ഒന്നൊന്നല്ല 2.5 കിലോ അണ്ടി പ്രീമിയം ക്യാഷ് 2.5 കിലോ അടി അണ്ണ അണ്ണ ഒറ്റയ്ക്ക് അണ്ടി എല്ലാവർക്കും വെൽക്കം. ഇതാണ് നമ്മുടെ സ്ഥാപനം. ഇതാണ് നമ്മുടെ ആക്ച്വലി കേജ് കൊണ്ട് വരുമോ. ഇതാണ് നമ്മുടെ ട്രക്സ്. ഇതിലത്തെ ഒരു മൊത്തം കൂടി നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു 40 ട്രക്ക് ഉണ്ട്. ഇതേത് മോഡല്? നല്ല കണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ 2 മോഡൽസ്. ഞാനും ബാബു ആണത്. ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണത്. കൊള്ളാം. നല്ല കൊള്ളാം. ഐശ്വര്യം. നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ വലിയ ട്രക്കും, ഈ വലിയ ട്രക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് കാഷ്യൂ നട്ട്സ് എല്ലാം ഇത് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണം. അതിന് താഴെയുള്ളതൊക്കെ ഇത് എക്സ്പോർട്ടിനുള്ള നട്ട്സ് എല്ലാം ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണത്. നമ്മുടെ ഇവിടുത്തെ യൂസിനുള്ളതെല്ലാം ഇങ്ങനത്തെ വണ്ടികളായിരിക്കും കൊണ്ടുപോകണം. സോ പാക്കേജിംഗ് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വാസു. നമ്മളിപ്പോ ഏകദേശം ഒരു അതല്ല 100 നമ്മളിപ്പോ ഒരു 20-23 രാജ്യത്തേക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് കറന്റ്. ഇത് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ ഈ വെളി നിൽക്കുന്നതെല്ലാം നമ്മുടെ സ്റ്റാഫുകളാണ്. ഇതിലാണ് എല്ലാം ഓൺ ടൈമിൽ ഇപ്പൊ നട്ട്സ് ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് കണ്ട് ഇപ്പൊ ഒരെണ്ണം പാക്ക് ചെയ്ത് ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ അടുത്ത ഡെലിവറിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്ന വണ്ടികളാണ് അതൊക്കെ. ഇതെല്ലാം നമ്മുടെ എംപ്ലോയീസ് ആണ്. എല്ലാം ഫോട്ടോ എടുത്തു ഇതിപ്പോ നമ്മളെ വണ്ടിയില് നമ്മളെ കാഷ്യൂ നട്ട്സ് നിറച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ലോഡ് കൊണ്ടുവന്ന വണ്ടിയാണ്. എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ഇത് എവിടത്തേക്കുള്ളതാണ് ഈ കാഷ്യൂ നട്ട്സ്? ഇത് പാകിസ്ഥാൻ. ഇത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഹലോ അതെ അണ്ടികളുടെ ക്വാളിറ്റി എല്ലാം കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്ത പിന്നെ എല്ലാം ഞാൻ രുചിച്ചു നോക്കിയ അണ്ടികളാണ്. വീട്ടിൽ കൊണ്ടുപോയി. ഏതാ വാസുവിനെ? അതാ പറഞ്ഞേ സ്ക്രിപ്റ്റ് ആളെടുത്ത് നമ്മളെ കണ്ടെയ്നർ ലിസ്റ്റ് ചെയ്യുന്ന വണ്ടി.
ഇത് നമ്മുടെ PA കൺമണി. ഓർമ്മയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്. കുറച്ച് late ഞാൻ ആയി ഓർക്കുന്നു. പോയല്ലേ? ഇല്ല കറക്റ്റ് സമയത്താണ്. ഇത് ഇതിന് എവിടുന്ന് കിട്ടി? അതൊന്നും എനിക്കറിയത്തില്ല, അതും നമ്മുടെ ലിസ്റ്റിലില്ല. ഇതെന്ത് ബോണസ് ഫ്രീ ആയിട്ട് കിട്ടിയത്? എനിക്കറിയത്തില്ല. പണ്ട് ആന്റി ഫാക്ടറി ഉള്ള സമയത്ത് ആളല്ലായിരുന്നു പി എണ്ണ. പിന്നെ എന്തായാലും ഇപ്പൊ ഒരു പിയുടെ കുറവില്ലായിരുന്നു, ഇപ്പൊ നികത്തില്ലേ? അതാ വരുന്നു ബോസ്. പുള്ളിക്കാരി ജോലിയിൽ കുറച്ച് ഉത്തരവാദിത്തം കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇതിപ്പോ എന്തിനു വലിഞ്ഞു കയറി വന്നത്? ഇവിടെ എന്താണ് പരിപാടി? ഓ ഇവിടെ എന്റെ കല്യാണം നടത്താൻ പോവാണ് അണ്ടി ഫാക്ടറിക്കകത്ത്. കല്യാണം ഞാൻ നടത്തി തരാം. നല്ല രീതിയിലെല്ലാം പോണുണ്ടല്ലേ? അത് നിനക്ക് സൂഹിക്കുന്നില്ലേ? നിനക്ക് എന്ത് ചെയ്യാൻ മറ്റേ സൂചിക്കണില്ല. ഗർഭസ്ത്രീമാരായിട്ടൊരു സാധനത്തിനെ കൊണ്ടുവന്നാറല്ലോ, എന്ത് ചെയ്യും? തിരിച്ചു വയറ്റിലോട്ട് ഇട്ടാ? താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ. എന്തൊന്നും കൂടെ? അതെ കൊച്ചേ, ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നൊക്കെ കൊള്ളാം, ഞാൻ പൈസ തരത്തില്ല കേട്ടോ. അതാരെ കല്യാണം ഇപ്പൊ വേണ്ട. തൊണ്ടക്കകത്തൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ഫാക്ടറിയിലോട്ട് ഇപ്പൊ കേൾക്കാമോ? ആ അത്യാവശ്യം കേക്കാം. കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട, അതൊക്കെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട. നമുക്ക് എന്തായാലും ഓ നേരെ ഫസ്റ്റ് നൈറ്റിലോട്ട് പോവാന്ന. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അണ്ടി. വാസവ കൈ പിടിച്ചേക്കുന്നുണ്ട് അവിടെ. അതാണോ? ഓ പിന്നെ സെലക്ടഡ് ആയിട്ടേക്കുള്ള കയ്യില്. ഓ ഹൈ ക്വാളിറ്റി മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളേ. കൊച്ചു പിള്ളേർക്ക് വരെ കെമിക്കൽ. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കാഷ്യൂ നട്ട്സ് ആണ് നമ്മുടെ. അതെ അതെ നമ്മള് കേസ് നമ്മളാണെങ്കിൽ ഈ പറയണത് പോലെ ശരിക്കും പറഞ്ഞാൽ ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ തൊണ്ടയിൽ കുടുങ്ങും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സിന്റെ പൗഡറും അതേപോലെ ചെറിയ പീസായിട്ട് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. ചോപ്ഡ് കാഷ്യൂ നട്ട്സ് ആൻഡ് കാഷ്യൂ നട്ട് പൗഡർ. എന്തുകൊണ്ട് ബിസ്ക്കറ്റ് ട്രൈ ചെയ്തില്ല? ബിസ്ക്കറ്റ് നമ്മള് ബിസ്ക്കറ്റ് കമ്പനിക്ക് കാഷ്യൂ നട്ട് കൊടുക്കുന്നത് നമ്മളാണ്. നമ്മളെ മൈദക്കെതിരാണ്. നമ്മള് ഈ ഷുഗറിനെതിരാണ്. ഞങ്ങള് ഇപ്പൊ 100% മനുഷ്യർക്ക് ഒരു ദോഷം വരാത്ത സാധനങ്ങളാണ്. ബിസ്ക്കറ്റ് ഒക്കെ തുടങ്ങാൻ നോക്കിയപ്പോ അതിനകത്ത് ഓരോ വിഷങ്ങളൊക്കെ ചേർക്കണം എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെതിരാണ്. സോ ഞങ്ങള് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോ ഷാജിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ മൈദ കൂട്ടി ക്യാഷ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ അങ്ങനെ കേട്ടത്? അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടച്ചു പൂട്ടി ഞാൻ സീലടിച്ച് കേജിന്റെ തരും. കേജ് നോക്കിയാൽ മതി. പിന്നെ ഫുള്ള് ഉണ്ടെണ്ണ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളാ പരിപാടി ചെയ്യാറില്ല. നമ്മള് ചെയ്യാറില്ല. ഈ സിറ്റിയിൽ ചെയ്യാറുണ്ട് പലരും, പക്ഷെ നമ്മള് ചെയ്യാറില്ല. ഈ പരിപാടി ഞാൻ ചെയ്യില്ല. അത് നീയും ചെയ്യില്ല. ഡയലോഗാണ് ഇതാണ്. നമുക്ക് ഫാക്ടറിയുടെ അകത്ത് കണ്ടാലോ? എല്ലാവർക്കും വെള്ളം കൊടുക്ക. നമ്മുടെ ട്രക്സ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ ഇതിനകത്ത് തന്നെ പാർക്ക് ചെയ്യുന്ന നോക്കിക്കോണേ. കുറെ ട്രക്സ് വെളിയിൽ റോഡ് സൈഡിലോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ്. അത് ഇനി ഉണ്ടാവാൻ നോക്കണം കേട്ടോ. കണക്കിന് പെടാത്ത കുറച്ച് ആൾക്കാർ അകത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ. പ്രീമിയം ടച്ച് ഇല്ലേ? ഇതൊക്കെ നമ്മള് വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഒരുപാട് അണ്ടികൾ. ഇതെല്ലാം എന്റെ ഗസ്റ്റ് ആണ്. സോ സെക്യൂരിറ്റി ചെക്ക് ഒന്നും വേണ്ട കേട്ടല്ലോ. സെക്യൂരിറ്റി ഒന്ന് വന്നിട്ട് കാര്യം ഇതൊക്കെ ഇത് ഏത് ഇത് പതുക്കെ മിക്സറക്സ് കൊടുത്ത് സെറ്റായി. ഞാൻ വേണേ കത്തിക്കാം. ഇന്ത്യൻ മേഡാണ് എല്ലാം. ഇന്ത്യൻ മാനുഫാക്ചർ എല്ലാം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്ന കശുവണ്ടികളാണല്ലോ എല്ലാം. കേസ്
ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേൾഡിലെ ഇല്ലാതിരിക്കാൻ നമ്മൾ തോട്ടം വരെ ഉണ്ട് സർ. അതെ വേൾഡിലെ ഏറ്റവും കിടിലൻ കാഷ്യൂനട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊല്ലത്തുനിന്നാണ് കേജ്. സോ ഞങ്ങൾ ഇത് കൊല്ലത്തുനിന്ന് ഡയറക്ട്ലി ഹാൻഡ് പിക്ഡ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വേർതിരിച്ചാണ് ഗ്രേഡ് അനുസരിച്ച് വേർതിരിച്ചാണ് ഇത് ഓൾ ഓവർ ദ മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഓതന്റിക് ആയിട്ട് തല്ലും. അതെ ഇത് ശരിക്കും മെഷീനൈസ്ഡ് അല്ല നമ്മള് ഇത് തല്ലി നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ഇതിന്റെ രീതിയിൽ തല്ലി പറിച്ചെടുക്കണം. അതെ 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 ആ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ കൊടുക്കണം. വേറൊരു ഫാക്ടറി സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ പോയിട്ട് വേൾഡിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഞങ്ങൾ പല രാജ്യത്ത് വിസിറ്റ് ചെയ്ത് കേജ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കൊല്ലത്തിന്റെ അത്രയും കിടിലം കാഷ്യൂനട്ട്സ് ഉള്ള വേറൊരു സ്ഥലം ഇല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഇതാണ്. സോ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോയി നമുക്ക് അറിയാവുന്ന പയ്യന്മാരുണ്ട്, അവരെല്ലാം വെച്ച് നമ്മൾ കുറെ ആൾക്കാരെ കണ്ട് ഡീൽ ചെയ്ത് സംസാരിച്ച് സെറ്റ് ചെയ്ത് ഇവിടെ കുറെ പേരൊക്കെ ഈ അണ്ടി മൊത്തം കരിഞ്ഞു പോയി, സൂക്ഷിച്ചില്ല കേട്ടോ, കുറെ പോയി. ഈ തല്ലുന്ന പ്രോസസ് ഒന്ന് കാണണ്ടേ നമുക്ക്? കേജിന്റെ ഇതൊന്ന് പറയോ? എന്ത് എന്റെ 34 ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, റോസ്റ്റഡ് കാഷ്യൂനട്ട്സ്. സോൾട്ടഡ് ആൻഡ് റോസ്റ്റഡ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല, നല്ല കാഷ്യൂനട്ട്സ്. നമ്മുടെ പലതരം ഇതെല്ലാം ഇതേ ക്വാളിറ്റി തന്നെയാണല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാത്തിലും നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഷാജി ഈ ക്വാളിറ്റി ആണെങ്കിൽ കൊള്ളാട്ടോ. അല്ല ഈ ക്വാളിറ്റി പറഞ്ഞത് ലഭിക്കത്തില്ല, അതെന്ത് ചെയ്യും? അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സോർട്ട് ചെയ്യും. അതായത് ചൊക്ലി അണ്ടിയൊക്കെ നമ്മള് തിരിഞ്ഞു പറക്കി സെപ്പറേറ്റ് പാവങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അതെ അതെ, ഒരു 600 രൂപ. ക്വാളിറ്റി കുറഞ്ഞതും അപ്പൊ മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇതിന്റെ ഗ്രേഡ് അങ്ങനെയല്ല വരുന്നത്. ക്വാളിറ്റി കുറവെന്നല്ല, ഇത് വിഷം. ക്വാളിറ്റി കുറയുന്നതോറും ഇതിന് വിഷമാവുമെന്നല്ല അർത്ഥം ഇതിന്. അതായത് എക്സ്പോർട്ട് ഈ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാധനങ്ങളിലൊക്കെ കേടുകൾ വരുന്നത് സാർ. ഓ അപ്പൊ കേടായത് മനുഷ്യർക്ക് കൊടുക്കുമെന്നാണ്. ശരിയാണ്, അതൊരു വാലിഡ് പോയിന്റ് ആണ്. എന്റെ PA പറഞ്ഞതൊരു വാലിഡ് പോയിന്റ് ആണ്. നമ്മള് വിഷം യൂസ് ചെയ്താൽ കേടാവാതിരിക്കുക എത്ര നാൾ വേണേലും. മനസ്സിലായി? ഇപ്പം പറഞ്ഞത് അപ്പം കേടായ സാധനം അങ്ങനെയല്ല, കേടായതെന്നല്ല, നമുക്ക് ഗ്രേഡ് വ്യത്യാസമുണ്ട്. അതായത് ഗ്രേഡ്സ് ആണ് വ്യത്യാസം, ക്വാളിറ്റി അല്ല നമ്മൾ പറയണത്. ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഗ്രേഡ് വ്യത്യാസമുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കുന്ന ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുമെന്നാ പറയുന്നത്. അപ്പൊ ഏറ്റവും ഗ്രേഡ് കൂടിയത് ഇങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുവാണോ അതോ ഇവിടെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട്. കൂടുതലും നമുക്ക് പുറ രാജ്യത്താണ് ഗ്രേഡ് കൂടിയ നട്ട്സ് എല്ലാം പോണത്. നല്ല വില കൊടുക്കും. കൊള്ളാം കൊള്ളാം. എന്തായാലും നമുക്ക് അടുത്തായിട്ട് നമുക്ക് പ്രോസസിംഗ് കാണാം. ഉറപ്പായിട്ടും നടക്ക്. എവിടേക്കാ പോണ്ടേ? ഇത് നമ്മുടെ സ്റ്റോറൂമാണ്. നമുക്ക് പുറത്തേക്കുള്ള പാക്കേജിംഗ് ഒക്കെ നല്ല ഇതുപോലെ ഹാർഡ് ബോക്സിൽ ഇത് ചെയ്താണ് നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കണേ. ഓ വന്നു കേട്ടോ. അതെ, പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിരല് കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് സേഫ്റ്റി കൂട്ടിയത്. ആദ്യമായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നാണല്ലോ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തോ 3333. ആൾക്കാര് മാത്രമേ മാറിയുള്ളൂ, എന്റെ നമ്പർ എന്തായാലും മാറിയിട്ടില്ല. ഇതില് ചിലപ്പോ വേറെ ഇവിടെ. ഹലോ ആ അണ്ണാ, നമ്മുടെ ഷിപ്പ്യാർഡ് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? ഓ കാണിച്ചു കൊടുക്കാം. പിന്നെ മാത്രമല്ല പ്രോസസ് ചെയ്യുന്നവര് മാസ്ക് ഒന്നും ഇടുന്നില്ല സാർ. അതെ അതെ, അത് കുറച്ച് ശ്രദ്ധിക്കണം. ഹൈജീൻ. അണ്ടി സെപ്പറേറ്റ് ചെയ്ത് എന്തിനാ സാറേ മാസ്ക്?
എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് പകരുമല്ലോ. ഉറപ്പായിട്ടും നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നമുക്ക് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് മാസ്ക് മാത്രമാക്കണ്ട, ഇനി മുടി വീഴണ്ട. അതുകൊണ്ട് നമുക്ക് മറ്റേ ഹെയർ ക്യാപ്പ് കൂടെ ഹെയർ ക്യാപ്പ് ഓൾറെഡി ഉണ്ട്. ഹെയർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതേ അവർ കണ്ടോ? അതുപോലെ ഷാജി പറഞ്ഞ കേസ് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്വിഷറും അതേപോലെ തന്നെ ഫയർ എക്സിറ്റും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഓടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ചെയ്യാം, അത് ഉറപ്പായിട്ട് ചെയ്യാം. ഇവിടെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വലിയ മെഷീനറീസ് ഒന്നും ഇല്ല ആക്ച്വലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ 3 മാസം കൂടുമ്പോഴും മെഷീനറീസ് നമ്മള് ഓതന്റിക് ആയിട്ട് തീയിൽ ചുട്ടെടുക്കുന്നതാണല്ലോ. എങ്ങാനും ഏതെങ്കിലും പേട്ടണ്ടി പൊട്ടിത്തെറിച്ച് അങ്ങനെ അണ്ടി പൊട്ടിത്തെറിച്ച് ഇതുവരെയൊക്കെ ഒരു ഇഷ്യൂ ഇതുവരെ സംഭവിച്ചിട്ടില്ല നമുക്ക്. പറയാൻ പറ്റില്ല. ഇല്ല ഇനിയിപ്പോ വൃത്തിയായിട്ട് നമ്മൾ അതോടെ നോക്കാം. സാനിറ്റൈസർ വല്ല മുക്കാൻ ഞാൻ റെഡിയാണ്. അതെ അതെ, വേണമെങ്കിൽ ക്യാഷ്യൂരായിട്ട് സാനിറ്റൈസർ മുക്കാനും ഞാൻ റെഡിയാണ്. വൃത്തിയാണ് ചെയ്യാറുണ്ട്. പിന്നെ അത്രയും വേണ്ട. ഓക്കെ, അപ്പൊ ഫ്രണ്ടിലോട്ട് വാ. ഇനി എങ്ങനെയാണ് പോണ്ടേ? ഹലോ, നമ്മുടെ അങ്ങോട്ട് മാനേജർ ഒന്ന് തൽക്കാലത്തേക്കുള്ള അതിനകത്തോട്ട് എവിടേക്കാ പോണ്ടത്? വരൂ വാസു. ഓക്കെ, വരുന്നു. വാസു അധികം ഇവിടെ വരല് കുറവാണല്ലേ, ഒരു പരിചയക്കുറവ്. എനിക്കോ? ഞാനിവിടെ തന്നെ എന്തൊക്കെയാണ് ഇവിടാണ് നമ്മുടെ എന്താണ് പറയാ മെയിൻ ബിസിനസ്സും കാര്യങ്ങളും അതിന്റെ ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഓഫീസും ഒക്കെ നടക്കുന്നത് വർക്ക്. എല്ലായിടത്തും പണിക്കാരും വാസുവിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ. അതെ, ഞാൻ ചോദിച്ചത് വാസു ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തപ്പിപ്പിടിക്കുമായിരുന്നു. അതാണ് മനസ്സിലായത്. കുട്ടി പാക്കേജിംഗിൽ ശ്രദ്ധിക്കണം കേട്ടാ. കഴിഞ്ഞ വട്ടത്തിൽ ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കുറച്ചും കൂടി ഇതായിട്ട് പാക്ക് ചെയ്യണേ. അപ്പൊ ക്യാഷിന് മറ്റേ 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് അല്ലേ വാസുമനെ? ഫാമുണ്ട്. ഇനി എത്ര നാളത്തേക്കുള്ള സാധനം നമ്മുടെ ഇരിപ്പില്ലേ? ഹിസ്റ്ററിയാണ്. ഈ ഗാന്ധിജിയൊക്കെ പോലും സത്യാഗ്രഹത്തിനൊക്കെ പോയ സമയത്തൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞ് വന്ന് നമ്മുടെ അണ്ടിയാണ് കഴിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനൊരു അണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു. ഞാൻ അത്ര പ്രായം അവിടെ തൊട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ എന്റെ അണ്ടി ഫാക്ടറി എടുത്തതേ. നല്ല പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ബാക്കപ്പ് അല്ലേ? പിന്നെ ജീവിച്ചു പോട്ടെ, എല്ലാവർക്കും ജീവിക്കണ്ടേ. അത് മീൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളങ്ങനെ ഇത് നോക്കാറില്ല, പ്രായം നോക്കാറില്ല. എല്ലാവർക്കും ഒരു ജീവിതമാർഗം അത്ര. ഇവിടുത്തെ നമ്മുടെ എല്ലാ പണിക്കാരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഞാൻ മന്ത്ലി ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇവർക്ക് ഫുള്ളി ലൈക്ക് എപ്പോഴും ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ജോലി ഫുൾ ടൈം ഇല്ല. റിലാക്സേഷൻ ടൈം ഞാൻ ഒരുപാട് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് വെള്ളം, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. ഇതിന്റെ കൂടെ സാലറി അങ്ങനെ കുറെ ഉണ്ട്. എത്രയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പാക്കേജ് സാലറി? ആ ചെക്ക് ഒന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് അയക്കായിരുന്നേ സ്റ്റാഫിന്റെ ഫണ്ട്. ചെക്ക് ഒപ്പിട്ട് ഇവരെ ഒന്ന് ഡീൽ ചെയ്തിട്ട് ചെക്ക് ഡീൽ ചെയ്യാം. അതാണ് നല്ലത്. എനിക്ക് 2-3-5-6 ചെക്ക് ഡീൽ ചെയ്യാനുണ്ട്. എന്റെ ഇടയ്ക്ക് കൂടെ എഴുതിക്കൊണ്ട് പോകാൻ വന്നിരിക്കണം. എങ്ങനെ നമ്മുടെ സാലറി ഒക്കെ കൊടുക്കണം ഇവിടുത്തെ സ്റ്റാഫിന്? ഇവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് ആണ് നമ്മളിപ്പോ കറന്റ് കൊടുത്തിരിക്കുന്നത്. ആൾക്കൊന്നിന് 1000 രൂപയും ഫുഡും അക്കോമഡേഷനും. അതെ, പ്ലസ് ഒരു പാക്കറ്റ് അണ്ടി വൈകുന്നേരം ആവുമ്പോ പൊതിഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഇപ്പൊ കറന്റ് ഉള്ള സാലറി സിസ്റ്റം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കൂടെ ഒരു പ്രായമുള്ള ഒരാളുണ്ട്, മിസ്റ്റർ റപ്പായി വർക്ക്. ആള് രാത്രി ചെറുതൊക്കെ അടിക്കുമ്പോ പിന്നെ റപ്പായിച്ചേട്ടനൊക്കെ നമ്മൾ നല്ല എ ക്ലാസ് വണ്ടി കൊടുക്കൂലേ? പ്രായം എത്രയുണ്ട് സർ? പ്രായം എത്ര വയസ്സുണ്ട് റപ്പായി? വലിയ പ്രായം കൺസിഡർ ചെയ്യണില്ല അതൊന്നും. പല്ല് പൊട്ടാത്ത അണ്ടി കൊടുക്കണം, അത്യാവശ്യം കട്ടി വേണം. ഓ ഉറപ്പായിട്ടാ, അത് നമ്മള് നല്ല സാധനത്തിന് കൊടുക്കൂലേ? എരിവുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ടച്ചിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന
അതാണ് നമ്മുടെ കേസിന്റെ കൊടുത്തിട്ടുണ്ടോ കഴിച്ചു കിട്ടി അത് ഞാൻ വൈകിട്ടത്തെ ആവശ്യത്തിൽ വെച്ചേക്കാം. ആക്ച്വലി ഇത് നമ്മുടെ ഫാമിലിയിൽ അമ്പത്തൂര്, പക്ഷെ അമ്പത്തൂരാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ സൂപ്പർവൈസറും അമ്പത്തൂരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. നമ്മുടെ കുറെ ഇന്ന് തന്നെ ഏകദേശം ഒരു 500 ലോഡ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ലോഡിലെ ഷിപ്പും കൂടെ ഉള്ളു ബാക്കി. നമ്മുടെ ഇപ്പൊ നോർമൽ കാഷ്നട്ടല്ലേ സാറ് കൊടുത്തിരിക്കുന്നത് സാറിന് പറഞ്ഞു. അതെ 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 നമ്മുടെ ഫ്ലേവേഴ്സ് ഉള്ളത് നമ്മൾ ആൾറെഡി കൊടുത്തു. ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോ നമ്മൾ പറയാം. നമ്മളിപ്പോ ബിസിനസ് ആയിട്ട് പോകുമ്പോ നമുക്ക് ഇറക്കിയൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ബൈ എയർ ആണോ ബൈ വാട്ടർ ആണോ? രണ്ടുണ്ട്. ഞങ്ങൾ വാട്ടറിൽ കൂടെ അയക്കും. ഇത് അവർക്ക് റിസീവ് ആയി കഴിയുമ്പോൾ ഞങ്ങൾ എയറിലാവും. അങ്ങനെയാണ് ഇപ്പോഴേ ഒരു കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. അണ്ണാ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് സാർ. അതെ നമുക്ക് എക്സ്പോർട്ടിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. അതെ, നമുക്ക് റോഡ് മാർഗമൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു ഹെലികോപ്റ്ററിലാണ് നമ്മൾ ഡെലിവറി ചെയ്യണത്. അതെ അതെ, വണ്ടി എയർവേസ്. അതെ, ചില സമയത്ത് കാളവണ്ടി ഉണ്ട്. അതല്ല അത് ഇവിടുത്തെ അല്ല, അത് മൈൻഡ് ചെയ്യണം. ഇവിടെ വരാറില്ല, ആദ്യമായിട്ട് കാണുവാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധു ആരെങ്കിലും ആണോ? ഇത് നമ്മുടെ കുടുംബത്തിലുള്ള സ്വന്തം അനിയൻ, അണ്ണന്റെ സ്വന്തം അനിയൻ. പിന്നെ എന്തായാലും വിചാരിച്ചു ഇത്ര നേരമായിട്ട് നിങ്ങള് വെളിയിലോട്ട് വരും. ഇവിടെ ഒരു കണ്ടീഷൻ അല്ലേ, കാരണം അവര് പണിയെടുക്കുന്ന നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാം. അങ്ങോട്ട് ഈ സൈഡിലോട്ട് അധികം അങ്ങനെയൊന്നും ഇല്ല. ഈ സൈഡില് നമ്മള് നമ്മുടെ ഒരു എന്താന്നറിയാതെ നമ്മുടെ വെളിയിലോട്ടുള്ള ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഷിപ്പിലേക്ക്. നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ യൂണിഫോം നമ്മളെ സ്വന്തം ഷിപ്പ്യാർഡാണ്. ഇതാണ് ശരിയാണല്ലോ. ഇത് നമുക്ക് പോളിഷൻ ടെസ്റ്റ്, പിന്നെ തുരുമ്പിച്ച ഇത്, ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. മര്യാദയ്ക്ക് 50 ലക്ഷം എടുക്കാൻ അച്ഛനോടൊക്കെ ചോദിക്കുന്ന പോലെയാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് മാടിനെ കിടന്ന് പണിയെടുത്തിട്ട് എനിക്ക് 5 പൈസ തന്നിട്ടുണ്ട്. മാടിനെ കിടക്കാ എങ്ങനെയായിരുന്നു? ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്ന മാടിനെ പോലെ? ആണല്ലേ? അണ്ണനോട് എങ്ങനെ പറയുന്ന അറിഞ്ഞൂടാ. അവരൊരു ബിസിനസ് ഡീലിന് വേണ്ടിട്ട് വന്നല്ലേ കൺമണി. അത് അതിന്റെ ഇടയ്ക്ക് എന്തിനാ കൺമണി എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ കേറി വരുന്നേ? നീ ശകുനിയാണ്. എന്റെ കയ്യിൽ ഒരു ചെക്ക് ഇരിപ്പുണ്ടായിരുന്നേ, ബ്ലാങ്ക് ചെക്കാണേ. $50 ലക്ഷം നമ്മൾ തമ്മിലുള്ള ഡീൽസ് ഒക്കെ കഴിഞ്ഞോ? അങ്ങനെ കഴിക്കാൻ പറ്റും നമുക്ക്. ഇനിയല്ലേ നമ്മള് കാണാൻ കിടക്കുന്നത്. ആദ്യം തൽക്കാലത്തേക്ക് ഒരു 50 മതി. ഇന്നത്തെ ഇവിടുത്തെ കേസ് ഞാൻ സെറ്റാക്കി തരാം. പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം 50 ലക്ഷം തരാം. അതെനിക്ക് നല്ല വിശ്വാസമായോണ്ടേ. താമസമാണെങ്കിൽ കുഴപ്പമില്ല. മിസ്റ്റർ എക്സ് എന്താ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എടുക്കട്ടെ പോ. മുടിഞ്ഞു പോണേ. അഡ്വാൻസ് 9,000 അല്ലത് 9,000 ആണ്. ഇനി 49,90,000 രൂപ തന്നാ പോരെ? അത്രേന്റെ കാര്യമല്ലേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് ഇത്ര ഇതാക്കുന്നേ. തന്നില്ലേ 9,000? അണ്ണാ ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുമോ അറിഞ്ഞൂടാ അണ്ണാ. കൺമണി കൺമണി ഇപ്പൊ എന്റെ ഇവിടെ പൈസ ഇല്ല. കണ്ണെടുക്കല്ലേ ആരും കേട്ടാ ഇവിടെ റേഡിയോയില് വെള്ളത്തിൽ പോയത്. അയാളും ബിസിനസ് ഡീലിങ്ങിന് വന്നേക്കുന്നതാണ്. വെറുതെ നിർത്തി ലാഗ് എടുപ്പിച്ചാലേ പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് ഉപ്പിടന്നേ പെട്ടെന്ന്.
ഒരു സെക്കൻഡ് ഒപ്പിട്ട് തരാം. ആരെങ്കിലും ഇവിടെ പിടിച്ച് വെള്ളത്തിൽ വല്ലതും. അല്ല ഇത് എന്റെ പേന പോക്കറ്റിലുണ്ടായിരുന്നു. പേനയ്ക്ക് വരെ തോക്ക് വന്നു. ഫോൺ നമ്പർ മാറ്റമാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെയാണെന്ന്. ഇവിടെ വേറെയാണ്. ഇവിടെ എന്റെ ഫോണില്ല. ഫോൺ എടുത്തില്ലേ? ഫോൺ എടുത്തിട്ടില്ല. അയ്യോ ഈ പ്രശ്നം തൊള്ളേ വന്ന ആളാണ് കാര്യം. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാണ്. ഇതിപ്പോ ഈ അവസരം ഇത് പറയാൻ പറ്റുവാണ്. 2.5 കിലോ ഇതുമായിട്ടൊരു പയ്യൻ മരിച്ചുപോയി. വീണ് പണിക്കാരൻ ഒന്ന് കേറി വരാമോ? ഇപ്പുറത്ത് വഴിയുണ്ട്. ഇപ്പുറത്ത് വഴിയുണ്ട്. ഇതുവഴി ഇതുവഴി നീ എന്തിനാണ് എന്റെ തോളത്ത് കയറിയേ? വിശമായിട്ട് തോന്നില്ല. 2.5 കിലോ വണ്ടിയായിട്ട് പയ്യൻ മരിച്ചു. ഏത് പയ്യൻ? അവിടെ നിന്ന് പയ്യൻ 2.5 കിലോ വണ്ടി ഷിപ്പിലോട്ട് മറ്റേ ഇമ്പോർട്ട് ചെയ്യുന്ന കാണിച്ചാണ്. പയ്യൻ വെള്ളത്തിൽ വീണ് മരിച്ചു. എപ്പോഴേ ഒരു ശവം ഇപ്പൊ ജഡം പൊങ്ങുന്ന ഇപ്പൊ ഉടനെ കാണും. മിസ്റ്റർ എക്സ് എടാ ഈ കൺമണി ഒന്ന് ഡീൽ ചെയ്യടാ കണ്ണാപ്പി. ഇതിന്റെ മുകളിലെന്താ? ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ആകാശം. ഞാൻ വരുന്നത്. ഓക്കെ ഓക്കെടാ, താങ്ക് യു സോ മച്ച്. അങ്ങോട്ട് പോലെ ബാബു എവിടെ? നിങ്ങൾ ഡെയിലി പറ്റത്തില്ല വീണ്ടും വെള്ളത്തിൽ പോവും. പേടിക്കണ്ട, പിയെ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഏണി നിപ്പോണ്ട്. അയ്യോ ഇവിടെ ഉണ്ടല്ലേ അണ്ണാ ഒരു സീനും ഒരു ഇതും കൂടെ ഉണ്ടോ? നമ്മളെ ഫ്ലൈറ്റ് കണ്ടില്ലല്ലോ. ഇല്ല വരുന്നത് നോക്കി പോണേ. അങ്ങനൊന്നും കാണിക്കണ്ട. ചുമ്മാ അടിയാ അങ്ങനെ ചടിക്കോ? അത്രേ ഉള്ളൂ. അതാ എത്തിയില്ലേ? ചാടുന്ന കണ്ടുപിടിച്ചു. അടുത്താണ് പോയി. കണ്ടുപിടിച്ചോളാം. ഒന്ന് മാറിക്കോ, അപ്പുറത്തോട്ട് വരണം. അങ്ങനല്ല ചാടേണ്ടത്. കാര്യം കിട്ടിയില്ലേ? ഒന്നും അറിയാതെ എന്തോ പറയാം. മിസ്റ്റർ എക്സ് വെളിയിലോട്ട് വാ. പെട്ടെന്ന് പോയി ഫോൺ നമ്പർ വാങ്ങട്ടെ. ആർക്കെങ്കിലും സൈനിടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സൈനിടാൻ ബുദ്ധിമുട്ടുണ്ടോ? അണ്ണാ ഒരു ചെറിയൊരു പ്രശ്നം കേട്ടോ. മോന്തക്കൊരെണ്ണം കൊടുത്തിട്ടേ സൈനിടാൻ പറയാം. മെഡിക്കൽ ഹെൽത്തിന്റെ ആൾക്കാരെ ഇവര് എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പ്രശ്നം. അണ്ടത് ഡീൽ ചെയ്യണേ. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ വരും. ഞാൻ പറയാറുള്ളതൊക്കെ പറഞ്ഞു വെക്കണം, പക്ഷെ നടക്കുന്നില്ല. ഇപ്പൊ വരും ഫ്ലൈറ്റ് ഇപ്പൊ വരും. അമ്പത്തൂര് ഏൽപ്പിച്ച് ഒരാള് പോലും നമ്മുടെ ആർപ്പിക്കാത്ത ഇന്റർവ്യൂ വരാതെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. കണ്ടാ നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തില്ല. സാധനം വരുന്നുണ്ട്. എന്റെ ബിസിനസ് വരുന്നതാണോ? എന്താ പോയത്? പോയി അതെന്തത്? അമേരിക്ക, ഓസ്ട്രേലിയ എല്ലായിടത്തും എല്ലാ കാഷ്യനട്സും നമ്മള് കൊണ്ടുവന്നത് നമ്മുടേതായിട്ടുള്ളൊരു ഫ്ലൈറ്റിലാണ്.
സോ ഈ എയർവേസ് അണ്ടർ എത്തിഹാദ് ആണ് ഇത് മാനേജ് ചെയ്യണത്. പക്ഷേ ബ്രാൻഡിങ് മാത്രം നമ്മളാണ്. അമേരിക്കയിലോട്ടുള്ള അമേരിക്കയിലോട്ട് അമേരിക്കയിലോട്ടുള്ള ലോഡാണ് ഇപ്പൊ. അത് അമേരിക്കയിലോട്ടുള്ള ലോഡാണ്. പക്ഷേ എല്ലാം ഓക്കെ ആണ് വാസു. പക്ഷെ ഒരു ചെറിയ കുറച്ച് ഇതാരാണ് ഈ കൺസ്ട്രക്ഷന്റെ ആള് ഈ മീൻസിലേക്ക് ഈ ഫാക്ടറി കൺസ്ട്രക്ഷൻ മിസ്റ്റർ എക്സ്, ഞാനൊരു കാര്യം പറയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഞാൻ വളരെ രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ്. നിങ്ങൾക്കത് കാണണമെന്ന് അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇവിടെ ചെറിയ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതെ, ഇപ്പൊ ഫയർ എഞ്ചിൻ വന്നിട്ട ഇതെല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെ ആക്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വളരെ ലിമിറ്റഡ് സ്പേസിൽ അതെ ഞങ്ങൾക്ക് ആംബുലൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. എടാ ആംബുലൻസ് ഒന്ന് വിളിച്ചടാ. അപ്പൊ ബിസിനസ് പരമായിട്ടുള്ള ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. കാലിഫോർണിയയിലേക്കൊക്കെ അയക്കുന്നില്ലേ? അതെ പിന്നെ അപ്പം അവിടുത്തെ കാലിഫോർണിയൻ കാഷ്യൂ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കാഷ്യൂ? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സാർ, വേൾഡ് വൈഡ് ഗ്രേഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ കൊല്ലം കാഷ്യൂനട്ടിന്റെ അത്രയും ഗ്രേഡ് ക്വാളിറ്റി ഉള്ള കാഷ്യൂനട്ട്സ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോ എല്ലാ സാധനങ്ങളും അമേരിക്കയിൽ നിന്നും പുറത്തുനിന്നും വരുന്ന സാധനങ്ങളാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല സാധനങ്ങളാണ് സാർ പുറം രാജ്യങ്ങളിലെല്ലാം ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വിൽക്കുന്ന. എക്സാമ്പിൾ സ്പൈസസ്, കാഷ്യൂനട്ട്സ് എല്ലാത്തിന്റെയും അതെ നമ്മൾ തന്നെയാണ് അതിൽ മുമ്പിലുള്ളത്. പോർച്ചുഗൽ നിന്നല്ലേ വരുന്നത്? അല്ല, നമ്മുടെ കാഷ്യൂനട്ട്സ് ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രം കൊല്ലമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ പുറത്തുനിന്നല്ല എടുക്കുന്നത്. നമ്മൾ കൊല്ലത്തുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളൂ. ഇമ്പോർട്ടിങ് നമുക്കില്ല. നമ്മുടെ നാട്ടിൽ ഒരു ഉൽപ്പന്നം വിദേശത്തേക്ക് കയറി പോകുമ്പോ അതല്ലേ നമ്മൾക്ക് നല്ലത്. ഞാൻ ചോദിക്കുന്ന മാർക്കറ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു സാർ. എനിക്ക് തോന്നുന്നു വാസുവിന്റെ ഈ അഡ്വർടൈസ്മെന്റ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിലെ ഒരു ഇതായിട്ട്. കാരണം ഈ ഒരു അഡ്വർടൈസ്മെന്റ് രീതിയിൽ തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇവര് കോമ്പീറ്റ് ചെയ്ത് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. സാറ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാഷ്യൂ ഈ പറഞ്ഞ കാലിഫോർണിയൻ കാഷ്യൂവിന് ഒരു ഫേസ് ഇല്ല. ആക്ച്വലി ഞങ്ങളുടെ കാഷ്യൂവിന്റെ ഫേസ് തന്നെ ഞങ്ങളുടെ വാസുവിനാണ്. ഇത്രയും തങ്കപ്പെട്ട മോന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങാതിരിക്കാൻ തോന്നുമോ കാഷ്യൂ? സാറിന് എടുക്കട്ടെ. അതിനർത്ഥം അണ്ടിയുടെ മുഖം ഞാനാണല്ലേ? അണ്ടി മുഖം വന്ന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോസ്റ്റ് അഡ്വർടൈസ്മെന്റിലും മോഡൽസിലും ഉള്ള കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ കോസ്റ്റും കൂടെ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അറ്റ്മോസ്ഫിയറിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് ഇതുവരെ ഒരു ഫാക്ടറി കുറച്ചുകൂടി വലിപ്പമാകായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര സ്മോൾ സ്കെയിലിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് വലിപ്പം കൂട്ടാനും ഇതും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേജിന്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞത്. സോ എനിക്ക് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം. സോ ഞാൻ എന്റെ പ്ലാൻ ക്ലിയർ കട്ട് ആയിട്ട് പറയാം കേജ്. എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ എല്ലാവർക്കും നമ്മുടെ കാഷ്യൂനട്ടിന്റെ കാഷ്യൂനട്ട് അടങ്ങുന്ന ഫുഡ് സപ്ലൈ ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. സോ എനിക്ക് ഫാക്ടറി വലുതാക്കണം, എംപ്ലോയീസിനെ എടുക്കണം, ഇൻവെസ്റ്റ്മെന്റ്സ് എനിക്ക് വളരെ അധികം ഉണ്ട്. ഇതിന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം 700 കോടി രൂപയാണ്. 700 to 800 കോടി രൂപയാണ് പുതിയൊരു ഫാക്ടറി റീബിൽഡ് ചെയ്ത് ഇതൊരു ബ്രാൻഡായിട്ട് സിറ്റിയിൽ ഇറക്കി സിറ്റിയുടെ ആൾക്കാർക്ക് ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ ഫുഡ് കൂടുന്ന രീതിയിൽ ഇതാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാഷ്യൂനട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഒരു ഫുഡ്, അതിൽ ഫുഡും കൂടും വെള്ളം കൂടും എന്നുള്ള രീതിയിൽ ഒരു അണ്ടിക്കഞ്ഞിയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ സംസാരിച്ചു. മിസ്റ്റർ വാസു, നമ്മളിത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന രണ്ടുമൂന്നല്ലേ, നിങ്ങളുടെ ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. അതായത് ഫയർ ടീം ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ടീം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഡോറ് പൊളിഞ്ഞു വീണിട്ട് ഒരു ഫയർ ടീം വരികയോ അല്ലെങ്കിൽ അതെന്താന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആശാരിനെ വിളിക്കുന്നത് ഡോറ് പൊളിഞ്ഞു വീണ. ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ ടീം വരണമെന്നുള്ളതില്ലേ? അങ്ങനെയല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ആണല്ലോ വരേണ്ടത് ആദ്യം. അതെ, ആദ്യം ഒരു ഓഫീസിൽ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആദ്യം എത്തേണ്ട ഫയർ ടീം അല്ലേ? ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയണത് പോലെ ഒരു വെൽ ഓർഗനൈസ്ഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു
എന്താ പറയാ, നിങ്ങൾ ഈ പറയുന്ന ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഒരു ഫാക്ടറിയാണ് ഇതെങ്കിൽ നിങ്ങളെ എനിക്ക് ഇവിടെ വിളിച്ചോണ്ട് നിർത്തേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായി കാര്യം മനസ്സിലായി. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയേ ഉള്ളൂ. അല്ല, സെക്കൻഡ് തിങ് ഒരു കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഓക്കെയാണ്, ബാക്കിയൊക്കെ ഓക്കെ. പക്ഷെ ഈ ഫാക്ടറി ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന് പറ്റിയൊരു ഫേസ് ഇല്ല. അതാണ് സംശയം ചോദിച്ചോട്ടെ, അത് മിസ്റ്റർ എക്സിന്റെ ആരാധന പറഞ്ഞേ? ഇത് എന്റെ ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ടാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മിസ്റ്റർ പാർട്ണർ, അത് ഒരു കാര്യം പറയാം. അതായത് നമ്മളിവിടെ ഇത് നല്ല രീതിയിൽ വലിയ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മിസ്റ്റർ എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? അതെ, നിങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് നമ്മൾ തന്നെ നിങ്ങൾ ഇത്രയും ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നുള്ള ഒരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അല്ലല്ല, ഈ ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നല്ല ഞങ്ങൾ പറയണത്. ഞങ്ങളുടെ പ്രോഡക്ട്സ് വിൽക്കുന്നത് ഇവിടെയല്ല. ഇവിടെ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കണത്. ഞങ്ങൾ ഇന്റർനാഷണലി ഇത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായതുകൊണ്ട് എക്സ്പോർട്ടിങ് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. അതായത് ഞങ്ങൾക്കുള്ള സൗകര്യത്തിൽ ഞങ്ങളിത് പുറത്തെ മാർക്കറ്റാണ് കൂടുതൽ നോക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വെൽ സെറ്റിൽഡ് ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയോ അല്ല ഞങ്ങളുടെ. ഇതിന്റെ അതായത് ഇത് നമുക്ക് കുറച്ചും കൂടി വിപുലീകരിച്ച് പണിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാക്ടറിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുന്നത്. അതായത് നമ്മുടെ സിറ്റിസൺസിന് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഇവിടെ സിറ്റിസൺസിന് വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ലാഭം ഇപ്പൊ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഈ സ്റ്റേറ്റില് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭം. അതുകൊണ്ടാണ് ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്നത്. സിറ്റിസൺസ് ഇവിടെ ലഭ്യമാക്കാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ ബിസിനസ്സുകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉണ്ട് കേസ്. നമ്മുടെ നാട്ടുകാർക്ക് എന്തുകൊണ്ട് നമുക്ക് എ ഗ്രേഡ് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല? ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ നമ്മൾ വാസവൻ ഉദ്ദേശിക്കുന്നത് കേസ്. അതായത് നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനം നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേജിൽ നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാതെ നമുക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടില്ല. നല്ലൊരു തീരുമാനമാണ്. അതാണ് നമ്മുടെ എയിം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിനെ കാണണം എന്ന് നമ്മൾ പറഞ്ഞത്. അല്ല മിസ്റ്റർ എ പി, അപ്പൊ നമ്മൾ ഇത്രയൊരു മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കറന്റ് നമ്മൾ ഈ പറയുന്ന കാഷ്യൂ നട്ട്സ് നമുക്ക് അക്വയർ ചെയ്യേണ്ടിയാണ് വരുന്നത്. അതായത് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാംസിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടേതായ സ്വന്തം സ്ഥലങ്ങൾ, അതായത് നമ്മുടേതായ സ്വന്തം ഫാമുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ കിട്ടുന്ന ഓരോ കാഷ്യൂവിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ ഒരു ഫാം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. ഒരു ഫാമിലൊരു ഇതിപ്പോ നിങ്ങൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു മിനിമം ഒരു 4 to 5 years എടുക്കില്ലേ അത് ക്യാഷ് ആയി വരാൻ? നമുക്ക് ഓൾറെഡി ഹൈബ്രിഡ് മരങ്ങൾ ഉള്ള കാലമാണിത്. അതുപോലെ തന്നെ നമ്മളത് ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി സപ്ലൈസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്ത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. സോ ഈ ഫാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, വാസവന്റെ ഐഡിയ ഇല്ലായിരുന്നു വാസവനെ ഹൈബ്രിഡ് മരങ്ങൾ. അതെ, നമ്മുടെ ഹൈബ്രിഡ് മരമാണ് സാർ. കാലം കുറയാ ഇതിന്റെ പുറകില്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും അറിയാം. അതുകൊണ്ടാണ് പറയണത്. സോ ഈ മാർക്കറ്റ് വൈഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം നമ്മുടെ നാട്ടിൽ സ്വർണം പോലെ വിരിയുമ്പോഴേ ബാക്കിയുള്ളിടത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നതാണ് വില. നാളെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? മീൻസ് ലൈക്ക് നാച്ചുറൽ ആയിട്ടുള്ള അത് മെയിൻ ഉള്ള ഒന്നാമത്തെ കാര്യം. അതെനിക്ക് റിവീൽ ചെയ്യണമെങ്കിൽ മിസ്റ്റർ എക്സ് എന്നോട് എസ് പറയണം. വെയിറ്റ് ചെയ്യാം. 2-3 കാര്യങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ല അപ്പൊ ഓക്കെ, ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓക്കെ. നിങ്ങൾ സ്ട്രക്ചർ വൈസ് എന്തെങ്കിലും ചേഞ്ചസ് ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ? ഉണ്ട് മിസ്റ്റർ പാർട്ണർ. ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങില്ല. അതിന് മുന്നേ താങ്കൾ ഇടയ്ക്ക് കയറി വീണ് കഴിഞ്ഞു. മെയിൻ ആയിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു തീർത്തിട്ടില്ല. മെയിൻ കാര്യം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ ഫുഡ് പ്രോഡക്ട്സ് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കരുത്. സോ ഫെനി എന്ന് കേട്ടിട്ടുണ്ടോ? സോ കാഷ്യൂനട്ടിൽ നിന്ന് കാഷ്യൂവിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്കർ കൂടിയാണത്. സോ ഈ ലിക്കറിന്റെ സപ്ലൈ കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. ഓൾ ഓവർ ദ സിറ്റി. ഇതുവരെ നമ്മളിത് വെളിയിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളിത് ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയ കാര്യമാണ്. സോ ഈ ഒരു ഫാക്ടറി നമ്മൾ കുറച്ചുകൂടി വിപുലീകരിച്ച് പണിയാണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടുവാണെങ്കിൽ നമുക്ക്
ആൽക്കഹോൾ സൈഡിലും ഈ ആ പറയണതുപോലെ ഒരു കാര്യത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അറിഞ്ഞാൽ മതി. അല്ല നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ചെക്കിങ് ഇപ്പം സാധ്യമാണ്. ഞാൻ ചെക്ക് ചെയ്തോളാം. പിന്നെ അതിനൊക്കെ നമ്മൾ വേണം കേജിനെ തന്നെ അവിടെ നിർത്താൻ റെഡിയാണ്. അതല്ല നമുക്കൊരു സാമ്പിൾ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും. സാമ്പിൾ ബോട്ടില് ഒരു സെക്കൻഡ്, നമ്മുടെ മാനേജർ അമ്പത്തൂർ എന്തേ? അമ്പത്തൂർ മാനേജർ വീട്ടിലെങ്ങാണം ഇരിപ്പുണ്ടായിരിക്കും. ആ നമ്പർ എടുത്ത് വാറ്റുകോക്കിന്റെ കറക്കി വിളി. പയ്യനെ വിളിക്കേണ്ടി വരും മിക്കവാറും. പോയല്ലോ. അമ്പത്തൂർ വന്നോ? ഞാനങ്ങ് പോലെ ഞാൻ എന്തായാലും നമുക്ക് അതിന്റെ കാര്യം കൂടി നോക്കാം. സോ ഞങ്ങക്ക് ഈ പറയണത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഫുഡ് നമ്മുടെ സിറ്റിയിലുള്ള ആൾക്കാർ കഴിക്കുക, അതുവഴി അവരുടെ ഫുഡും ഇതും കൂടുക, അതിന്റെ കൂടെ തന്നെ ഫുഡും വെള്ളവും കൂടുന്ന ഒരു സാധനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറന്റ് ഇപ്പം നമ്മുടെ സിറ്റിയിൽ ബർഗർ ഷോപ്പ് ഉണ്ട്, ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പം കറന്റ് നമ്മുടെ സിറ്റിയിൽ ഫുഡ് സപ്ലൈ ചെയ്തോണ്ടിരിക്കണേ. സോ അവർക്കൊരു ഇപ്പൊ കോമ്പറ്റീഷൻ ഇല്ല സിറ്റിയിൽ. അവര് ഏകപക്ഷീയമായിട്ടാണ് ഇപ്പം സത്യം പറഞ്ഞ ഈ മാർക്കറ്റ് ഭരിച്ചോണ്ടിരിക്കുന്നത്. സോ അവിടേക്ക് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം, ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം ആരെയും ബാധിക്കുന്ന കാര്യമല്ല. സോ ഇത് എനിക്ക് നന്നായിട്ട് കൊടുക്കാമെന്ന് തോന്നുന്നു, നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇതിനെ പറ്റി ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നമ്മളെ അവർക്ക് പറയാം. നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഞാനൊരു 5 ബാരൽ ഞാൻ തന്നെ ഓർഡർ ചെയ്തേക്കും. നമ്മുടെ മെയിൻ സ്റ്റാർ പ്ലാൻ പറഞ്ഞു കൊടുക്ക. അപ്പൊ പറഞ്ഞോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ആംബുലൻസ് കേട്ടോ, നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ. അപ്പം കേസ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ. അതായത് നമ്മളൊരു കാഷ്യൂ നട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വരും അല്ലേ? എന്തിനാ അതിന്റെ ഫ്രൂട്ട് വേസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ വാസുവിന്റെ ഐഡിയയിൽ തോന്നുന്നൊരു പ്ലാനാണ്. അതായത് അതിന്റെ ഫ്രൂട്ട് കൊണ്ട് ഒരു സെപ്പറേറ്റ് ഒരു ബിസിനസ്, അതിന്റെ കാഷ്യൂന്റെ തോടില്ലേ, ആ തോട് കൊണ്ട് വരെ നമ്മൾ ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തിന്? ഇപ്പം ഈ മരങ്ങൾ വെട്ടിമുറിച്ച് പലതും ചാർക്കോളായിട്ട് ഉപയോഗിക്കുന്നില്ലേ, അതെല്ലാം നമുക്ക് മാറ്റിയിട്ട് എന്തുകൊണ്ട് ഈ കാഷ്യൂനട്ടിന്റെ മറ്റേ തോട് ഉപയോഗിച്ചിട്ട് ഒരു ചാർക്കോൾ ഉണ്ടാക്കിക്കൂടാ? നല്ലൊരു ഐഡിയ ആണ്. അതെ, നമുക്ക് ഈ മരങ്ങൾ വെട്ടിമുറിക്കുന്നതൊക്കെ നമുക്ക് നിർത്താൻ സാധിക്കും. അതെ തീർച്ചയായും. അതുപോലെ അങ്ങനെ ഒരുപാട് ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു വാസവന്റെ ഒരു ക്ലിനിക്കിൽ കണ്ടുപിടിച്ചൊരു സംഭവമുണ്ട്. അതായത് ഈ പറങ്കാപ്പഴത്തിൽ നിന്നും കറയില്ലാതെ എങ്ങനെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാം. ആ ടെക്നോളജി വരെ നമ്മുടെ പേറ്റന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളത് ആർക്കും കൊടുത്തിട്ടില്ലത്. ആ ടെക്നോളജി കണ്ടുപിടിച്ചപ്പോൾ തന്നെ വാസവനത് പേറ്റന്റ് ആക്കിയത്. ഇത്രയും കാര്യമായിട്ട് അത് ആലോചിക്കണ്ടല്ലോ. നമുക്ക് ആ പഴമെടുത്ത് പിഴിഞ്ഞെടുത്താ പോരെ, അതിൽ കറ വരില്ലല്ലോ. പഴുത്ത ജ്യൂസ് കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, അതിന്റെ കുഴപ്പമാണ്. അതെ ആംബുലൻസ് നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയുള്ള കേസ്. നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയുള്ള കേസ്. നമ്മളൊരു ഫ്രൂട്ടിൽ നിന്ന് 0 വേസ്റ്റേജില് മാക്സിമം ഔട്ട്പുട്ട്. അതാണ് നമ്മുടെ ഐഡിയ. അതെ, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ശരിക്കും ആവശ്യം. ഫ്രൂട്ടിന്റെ തൊലിയിൽ അറൗണ്ട് ഇൻവെസ്റ്റ് മണി എത്രയാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ ടോട്ടൽ ഫണ്ടിങ്? 800 CR. അല്ലല്ല, ഞാൻ പറയട്ടെ, 700 CR ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ലാക്ക് ചെയ്യണം. ഞങ്ങൾ 100 CR ഓൾറെഡി നമ്മള് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 100 CR ഞങ്ങളുടെ ഓൾറെഡി ഉണ്ട്. ടോട്ടൽ ഇതിന്റെ ചെലവാണ് ഞാൻ പറഞ്ഞത് 800 CR. 700 CR ഇനി ഞങ്ങൾക്ക് റൈസ് ചെയ്യേണ്ട ഫണ്ടാണ്. റൈസ് ചെയ്യണം. ഓക്കെ മനസ്സിലായി. ഷാജി ഒരു മിനിറ്റ്. ബ്ലാക്കും വരും സംസാരിക്കട്ടെ ബാബാ. ഒപ്പിടാൻ ബുദ്ധിമുട്ടുണ്ടോ അവന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ ഒപ്പിടാൻ? എന്താ പറഞ്ഞേ? വാസവനെ ഇവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ പറകാപ്പഴം മറ്റേ തോർത്തില്ലാത്തിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ കറ കാണത്തില്ലെന്നുള്ള കാര്യം. അത് പേറ്റന്റ് ആക്കണം കേട്ടോ. പണിവാളും ഒരുത്തരും ഇനി പറകാപ്പഴം തോർത്തിട്ട് പിഴിയരുത്. നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈം കഴിഞ്ഞോ? റസ്സിന് പോണോ? ഓ വാഷ്റൂമിൽ പോണോ? ഓക്കെ പോയിട്ട് കുഴപ്പമില്ല. ജസ്റ്റ് ചോദിച്ചു പേടിക്കണം. രാവിലെ കൂട്ടിട്ട് രാത്രി ഇറങ്ങും കള്ളനാ. പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നല്ലോടാ കുണ്ണേ.
അണ്ണാ പിന്നെ അതാണല്ലോ ശീലം. ഒരു സ്പെഷ്യൽ കോട്ടസി ഉണ്ട്. ആ ഫ്ലൈറ്റ് ഓടിച്ചത് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആശായിരുന്നു. നമ്മുടെ ഡ്രൈവർ. വിദഗ്ധമായ ഫ്ലൈറ്റ് ഓടിച്ചത് ആള് തീർന്നു. വളച്ചൊടിച്ച് പോയതുണ്ടായിരുന്ന എന്ത് ബുദ്ധിമുട്ടാണ്. നല്ലപോലെ മാറ്റുന്ന ഒരുത്തിനെ കണ്ടുപിടിച്ചോണ്ട് പോവാ. അതും ചെയ്യണം. 4 കുപ്പി കമത്താം. അപ്പൊ അയാള് ഇവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് തരാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇത് അവർക്ക് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ഇത് ഇറക്കും സിറ്റിയില്. അത്രേ ഉള്ളു. അല്ലാതെ ഞാൻ പറയുന്നത് എന്തോന്നറിയാമോ, ഇവരോട് നമുക്ക് അണ്ടി ഫാക്ടറിക്ക് വേണ്ടി മാത്രം ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാം. ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ഫുഡ് ബിസിനസ് ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം നമുക്ക് സെപ്പറേറ്റ് തുടങ്ങുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവന്മാര് വന്ന് ചൊറയാക്കും. ആ ക്വാളിറ്റി ഈ ക്വാളിറ്റി ഗ്ലൗസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും നമ്മൾ ഇതിന്റെ സാനിറ്റൈസർ ഒഴിക്കണമെന്ന് പറഞ്ഞത്. അവനെ പിടിച്ച് കത്തിച്ച അവന്റെ അണ്ണാക്കിലോട്ട് കവർത്തിട്ടായിരുന്നു സാനിറ്റൈസർ. ഏതൊരു പാർട്ണറുമായി മറ്റ തെറി വരുന്നതായി അതാരാടാ? സെറ്റ്. അപ്പൊ ഇറങ്ങൂലെന്ന് പറഞ്ഞപ്പോ ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ടിവിയുടെ മീറ്റപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഇവരിന്ന് എഗ്രി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ലൈവ് ഓഫ് ചെയ്യാതെ ഇവിടെ ഇരുന്ന് 24/7 ഗ്രൈൻഡ് ചെയ്ത് എന്ന് 700 കോടി ആവുന്ന അന്നേ ലൈവ് നിർത്തുള്ളൂ. ഞാൻ ലൈവ് ഇരുന്ന് പറയണം. പോയിട്ടുണ്ട് കേട്ടാ. മിക്കവാറും ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കുളവാണ്. ഇവിടെ നല്ല കാര്യം ഇപ്പൊ അപ്പുറത്ത് പറഞ്ഞിപ്പോ അവളെ ഇതിന്റെ ഇടയ്ക്ക്